പത്തനംതിട്ട കൊക്കാത്തോട് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വീട് തകർന്നു. 75-കാരിയായ പൊന്നമ്മയ്ക്ക് പൊള്ളലേറ്റു. ഇതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അമ്മ രണ്ടാമത്തെ മുറി ഇരിക്കുകയാണ്. അവിടെ ഷീറ്റ് അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ വന്നിട്ട് അങ്ങോട്ട് പോയി 10 മിനിറ്റ് ആയി. പിന്നെ വിളിച്ചൂക്കൽ കേട്ടാൽ ഞാൻ ഓടി വരുന്നത്. അപ്പോഴത്തെ ഇവിടെ തീ കത്ത് കഴിഞ്ഞു. ഇവിടെ എല്ലാം കത്തി തീർന്നു. ഗ്യാസ് ഊറ്റ് പൊട്ടിത്തെറിച്ചു. ഇതാണ്ടോ ഗ്യാസ് ഊറ്റ് പൊട്ടിയാണ്ട് ഇവിടെ കിടക്കുന്നത്. ഗ്യാസ് ഊറ്റ് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പിന്നെ റബ്ബർ ഷീറ്റും ഉണ്ടായിരുന്നു ഇതിനുള്ളിൽ. റബ്ബർ ഷീറ്റ് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോഴത്തെ പെട്ടെന്ന് വിളിച്ചു. ഇവിടെ അടുത്തെങ്ങും ആണുങ്ങളാരും ഇല്ലായിരുന്നു. കുറേ കഴിച്ചപ്പോഴത്തെ എല്ലാവരും ഓടി വന്നപ്പോഴത്തെ തീ ആളി. പിന്നെ ഉക്കുന്ന കുറേ ഉപകരണങ്ങൾ മാത്രം, ബെഞ്ചും ഡെസ്കും സർവ്വ സാധനങ്ങളും കത്തിപ്പോയി. ശ്രീജിത്ത് ശ്രീകുമാറിന് ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എങ്ങനെയാണ് ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? പോലീസ് അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് പരിശോധന നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും എന്തെങ്കിലും തരത്തിൽ ഗ്യാസ് സിലിണ്ടറിലെ ലീക്കായിരിക്കാം ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുള്ള കാരണമെന്ന ഒരു പ്രാഥമിക നിഗമനം മാത്രമേ ഉള്ളൂ. അതിന് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. എന്തായാലും അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് മറ്റൊരു നിറച്ച ഗ്യാസ് സിലിണ്ടർ കൂടി തൊട്ടപ്പുറത്ത് ഉണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ആ ഗ്യാസ് സിലിണ്ടർ പെട്ടെന്ന് എടുത്തു മാറ്റിയില്ലായിരുന്നുവെങ്കിൽ ഈ ബഹളം കേട്ട് എത്തിയ ഇദ്ദേഹം, ഇപ്പോൾ നമുക്ക് പ്രതികരിച്ച അദ്ദേഹം അടക്കമുള്ള ആളുകളാണ് അത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റിയത്. റബ്ബർ ഷീറ്റിലേക്ക് അടക്കം ഇത്തരത്തിൽ തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കല്ലുകൊണ്ട് കെട്ടിയ ഒരു വീടാണ്, കരിങ്കല്ലൊക്കെ കൊണ്ട് കെട്ടിയ 1970 നിർമ്മിച്ച വീടാണ്. ആ വീടാണ് പൂർണ്ണമായി തകർന്നിരിക്കുന്നത്. ഈ കരിങ്കല്ലുകളൊക്കെ പ്രദേശത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഈ പൊന്നമ്മയെ അപ്പോൾ തന്നെ ജീപ്പിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. കാരണം ഇതൊരു വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് ഈ കൊക്കാത്തോട് എന്ന പ്രദേശം. എന്നാലും ആദ്യം പത്തനംതിട്ട ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ പരിക്ക് കുറച്ച് ഗുരുതരമായതിനാൽ കൈക്കടക്കം ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലെ ഈ പറയുന്നത് പോലെ ICUവിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജീവന് ഭീഷണിയില്ല എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. പക്ഷേ കാര്യമായ രീതിയിലുള്ള പൊള്ളലേറ്റിട്ടുണ്ട്. എന്തായാലും തലനാരിഴക്കാണ് വലിയൊരു അപകടം ഒഴിവായത്. കൈക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും പൊന്നമ്മയുടെ ജീവന് താൽക്കാലികമായി പ്രശ്നങ്ങളില്ല. പൊന്നമ്മ എന്തായാലും ഇപ്പോൾ ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ താമസം. മക്കൾ ജോലിയുടെ ആവശ്യമായി ബന്ധപ്പെട്ട് പുറത്താണെന്നാണ് അറിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിലൊരു വിദഗ്ധമായ പരിശോധന വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇങ്ങനെ ഗ്യാസ് കൊണ്ടുവരുന്നത് എന്തെങ്കിലും തരത്തിൽ സിലിണ്ടറിൻ്റെ പ്രശ്നമാണോ എന്നൊക്കെ പരിശോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഉന്മേഷ്.